നിങ്ങൾ കണ്ട നേതാക്കന്മാർ മാത്രം എന്റെ അടുത്തുള്ള സീറ്റിൽ കിടന്ന് അലറി വിളിക്കണ്ട. സാറ് വരുമ്പോ അലറി വിളിച്ചാലേ ഞാൻ കാശ് തന്ന് സെറ്റിൽ ചെയ്തതിന് ഒരു അർത്ഥം ഉണ്ടാവും. എക്സ്ക്യൂസ് മീ ബ്രദർ. നീ വെക്കോ. നീ എന്താണ് ഇവിടെ? മുടി വെട്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഇത് റെയിൽവേ സ്റ്റേഷൻ ബ്രോ, ആർക്ക് വേണമെങ്കിലും വരാൻ പോവാം. അല്ല നീ എന്തിനാ വന്നേ? എന്റെ സാറ് MP ആവാൻ പോവാടാ, അദ്ദേഹത്തെ വരവേൽക്കാൻ വന്നതാ. അതൊക്കെ പോട്ടെ, ടിക്കറ്റ് ഒക്കെ ഉണ്ടോ? സത്യം പറയടോ, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ സാറ് MP ആവോ അതോ കമ്പി അഴിയണ്ടോ എന്ന് നമുക്കിപ്പോ അറിയാലോ. വരവേറ്റോ വരവേറ്റോ. ഭാസ്കറ്റ് തനിച്ചു വരുന്നോ? നിനക്കെന്താ ഇവിടെ കാര്യം? എടാ, കോട്ടറിന്റെ ഡ്രസ് ഇട്ടാ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നീ? എന്റെ സാറിന്റെ ബാസ്കറ്റ് കൊണ്ട് നീ എവിടെ പോവാടാ? അയ്യോ, റെയിൽവേ സ്റ്റേഷനിൽ സെക്യൂരിറ്റി വേണം. പോലീസ് പോലീസ്. എന്റെ സാർ വന്നു. സാറേ സാറേ വാ സാറേ. ഇവരെന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? കൊടുത്ത കാശിന് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാറേ? ഇവരൊക്കെ ഇനി എപ്പോഴാ പോകുന്നത്? നമ്മൾ പോകുന്ന അടുത്ത സെക്കൻഡിൽ അവരൊക്കെ പൊക്കോളും. ഉമ്മാര് പ്ലാറ്റ്ഫോമിൽ വല്ല പടക്കവും പൊട്ടിക്കും. ഒരു പടക്കം സാറിന് വേണ്ടി കാത്തിരിക്കാൻ പോയി സാറേ. എത്ര നാളായി, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യാം. പുറത്ത് എന്ത് ചെയ്യായിരുന്നു? പാർട്ടിക്കാരെയൊക്കെ കൈവശി കാണിച്ച് തോളൊക്കെ വേദന എടുക്കുക. എന്താടാ ഇത്? ഇവിടെ മാത്രം ട്രെയിൻ വേറെ സ്റ്റൈലിലാണല്ലോ ഓടുന്നത്. ഈ സമയത്തെങ്ങാൻ ഈ ബാസ്കറ്റ് കൊണ്ട് കൊടുത്ത വായിന്ന് പുളിച്ചു തരികേക്കും. വേഗം ചെക്ക് പെട്ടെന്ന് ഇറങ്ങി സാറേ. എന്താ ട്രെയിനകത്ത് ബോംബ് വെച്ചേക്കാം, പെട്ടെന്ന് ഇറങ്ങാൻ നോക്കും. വേഗം വേഗം. ഇതൊക്കെ തെറ്റല്ലേ സാറേ? അതും ട്രെയിനിനകത്ത്. സാറിന് എന്താ ജനങ്ങളോട് പറയാനുള്ളത്? സാർ പറഞ്ഞോ സാർ, പ്ലീസ് സാർ പറയൂ സാർ, പ്ലീസ്. ഇങ്ങോട്ട് നോക്കടാ. ഒരു ചെറിയ തലവേദനയുടെ ബാംബോട്ടിൽ വെച്ച് ഞങ്ങളുടെ ബോസ് നിന്റെയൊക്കെ സാറിന്റെ സർപ്പദവി എടുത്ത് കളഞ്ഞത് കണ്ടോ? സാറേ, പത്രത്തിൽ മാത്രമേ വന്നെന്നാ കരുതിയേ. പക്ഷെ ഇതിപ്പോ CD നെറ്റ്വർക്ക് എല്ലാത്തിലും വന്നെന്നാ പറയുന്നേ. ശകുന്തള, ഞാൻ പറയുന്നത് കേൾക്ക്. കൈയെടുക്കും, ഞാൻ കാണിച്ചു തരാം.